ഖത്തറിലെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഖത്തറിലെ സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം ഭീതിപ്പെടേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പൊ നിലവിലുള്ളത്? എന്റെ ബന്ധുക്കൾ, സ്വന്തക്കാർ ഉൾപ്പെടെ ഖത്തറിലുണ്ട്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ മെസ്സേജ് അയച്ച അവർക്കാണ്. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി അവർ പറഞ്ഞ ഭയപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. പ്രത്യേകിച്ച് ദോഹയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ നടന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയാണ് പലരും താമസിച്ചു എന്ന് പറയുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ഉണ്ടാവും തോന്നുന്നില്ല. ഖത്തർ മാത്രമല്ല, ഖത്തർ ഹാർഡ് പവർ വെച്ച് റിറ്റാലിയേറ്റ് ചെയ്യുന്ന രാജ്യമല്ല. അതായത് ഇങ്ങോട്ട് അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് തിരിച്ചടിക്കുന്ന രാജ്യവും അല്ലാത്തത് കൊണ്ടും അമേരിക്കയുമായിട്ട് തരക്കേടില്ലാത്ത ബന്ധം ഉള്ളത് കൊണ്ടും ആൾക്കാർക്ക് സമാധാനമുണ്ട്. പക്ഷെ യുദ്ധം മാത്രമല്ല അവർ പേടിക്കുന്നത്. ഇപ്പൊ താങ്കൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയുടെ അത്രയും പോലും പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഖത്തർ. അതിൽ തന്നെ 25% ജനങ്ങളും ഇന്ത്യക്കാരാണ്. അതിൽ പകുതിയിലേറെ മലയാളികളാണ്. അവിടെ ഒരുപാട് ആളുകൾ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്നു. ഇന്ത്യക്കും അവിടെ സ്റ്റേക്ക് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ആ നടന്നതിന്റെ പിറ്റേന്ന് ഇവിടെ നാട്ടിൽ ഉൾപ്പെടെ കുറച്ച്, എനിക്ക് കോഴിക്കോടാന്ന് തോന്നുന്നു, കുറച്ച് യുവജന സംഘടനകളുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ഖത്തറിലെ ആളുകൾ ജീവിക്കുന്നു. അവിടുത്തെ ബിസിനസിനെയോ നോർമൽ ലൈഫിനെയോ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിനൊരു പ്രൊട്ടസ്റ്റും അല്ലെങ്കിൽ ഒരു വിഷമവും ആളുകൾ കാണും. പക്ഷെ ആസ് ഓഫ് നൗ അവിടുത്തെ ആളുകളോട് സംസാരിക്കും മനസ്സിലാകുന്നത് ഭയമില്ല. കാരണം ഖത്തർ ഒരു ഹാർഡ് പവർ നേഷൻ അല്ല. അതുകൊണ്ട് ഒരു തിരിച്ചടി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല.